അപ്പോൾ ഇതിൽ ഈ മിൽമ പാൽ ഉൽപ്പാദനത്തിൽ വല്ല കുറവ് വന്നിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് ചൂടുകാലങ്ങളിൽ എല്ലാ വർഷവും പാലിൻ്റെ ഉൽപ്പാദനത്തിൽ ഗണ്യമായ കുറവ് വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ പരിഹരിക്കുന്നതിന് വേണ്ടി കർഷകരെ സഹായിക്കുന്നതിന് കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് ഈ കാലാവസ്ഥാ വ്യതിയാന ഇൻഷുറൻസ് ഒരു പ്രത്യേക കാലയളവിൽ ചൂട് കൂടിയാൽ കർഷകർക്കുണ്ടാകുന്ന നഷ്ടം പരിഹരിക്കുന്നതിന് മാക്സിമം ഒരു മാസം ഒരു നിശ്ചിത അളവിൽ അന്തരീക്ഷം ചൂടിൽ നിൽക്കുകയാണെങ്കിൽ 2000 രൂപ ഒരു കർഷകന് കിട്ടുന്ന വിധത്തിലൊരു ഇൻഷുറൻസ് പരിരക്ഷ അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനിയായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. അത് ഇക്കൊല്ലവും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസങ്ങളിൽ കവർ ചെയ്യും. നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മൾ പ്രീമിയം കൊടുത്താൽ കർഷകന് ഒരു വലിയ ബാധ്യതയില്ലാതെ പല സംഘങ്ങളിലൂടെയും കർഷകർക്ക് ഒരു പൈസ പോലും കൊടുക്കാതെ യൂണിയനും സംഘവുമായിട്ട് പ്രീമിയം കൊടുത്തുകൊണ്ടാണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഒരു 3 ദിവസം തുടർച്ചയായിട്ട് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ അവർ നിശ്ചയിക്കുന്ന താപനിലയാണ്, അവരെ നോക്കും, സാറ്റലൈറ്റിലൂടെ നോക്കിയിട്ട് കിട്ടുന്ന 3 ദിവസം തുടർച്ചയായിട്ട് ടെമ്പറേച്ചർ കൂടിയാൽ 200 രൂപ വരെ അവർക്ക് ആനുകൂല്യം കിട്ടുന്ന പരിരക്ഷ നമ്മൾ നോക്കിയിട്ടുണ്ട്. മാക്സിമം 2000 ഒരു കർഷകന് കിട്ടുന്ന വിധത്തിലാണ് ചെയ്തിട്ടുള്ളത്. അതൊരു ആശ്വാസ പദ്ധതി. കാരണം ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ മലബാറിൽ നടപ്പിലാക്കി. അതിനുശേഷം നമ്മൾ നടപ്പിലാക്കിയ പദ്ധതി കണ്ടിട്ടാണ് ഇന്ത്യയിലെ വളരെ പ്രമുഖരായിട്ടുള്ള മറ്റ് യൂണിയനുകളും ഫെഡറേഷനുകളും ഒക്കെ നടപ്പിലാക്കിയത്. അപ്പോൾ അങ്ങനെ ഒരു പരിരക്ഷ കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കാലാവസ്ഥ വളരെ മോശമായതുകൊണ്ട് തന്നെ പാലിൻ്റെ സംഭരണത്തിൽ കുറവ് വരും. അപ്പോൾ നമ്മൾ കർഷകരെ ബോധവൽക്കരിക്കുന്നത് ഈ പ്രത്യേക സാഹചര്യത്തിൽ പശുക്കളെ പരിരക്ഷിക്കുന്നതിനും അവരെ വെയിലത്ത് കെട്ടാതെയും ഒക്കെ പ്രോപ്പറായിട്ട് നോക്കിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും ബോധവൽക്കരണവും നമ്മൾ നടത്തുന്നുണ്ട്. സംഭരണത്തിൻ്റെ കുറവെന്ന് പറയുന്നത് നിശ്ചയമായിട്ട് എല്ലാ കൊല്ലവും ഉണ്ടാകുന്ന പോലെ പാലിൻ്റെ സംഭരണത്തിലൊരു കുറവ് ഈ കാലാവസ്ഥയിൽ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ മാർച്ച് വരെ കണക്കിലെടുക്കുമ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സംഭരണത്തിൽ നമ്മൾ ചരിത്രത്തിന് ആദ്യമായി ഒരുപക്ഷെ ഒരു 10 കൊല്ലത്തിന് ഇപ്പുറം കോവിഡ് സമയത്ത് ഒരു 2 കൊല്ലം മാറ്റി നിർത്തിയാൽ നമ്മൾ 12.89% സംഭരണ വർധനവ് മിൽമയ്ക്ക് ഉണ്ടായത് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷമാണ് ശരാശരിയായിട്ട്. പക്ഷേ അത് മാർച്ച് മാസം മാത്രം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് 10.83% കുറഞ്ഞിട്ടുണ്ട് മാർച്ച് മാസത്തിൽ. ഇപ്പോൾ ഏപ്രിൽ എടുത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ 2025 ഏപ്രിലും 2026 ഏപ്രിൽ ഇപ്പോൾ 16-ാം തീയതി വരെ നിങ്ങൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഈ 16-ാം തീയതി വരെയുള്ള കണക്കൊന്ന് എടുപ്പിച്ചതാണ്. കണക്കെടുത്ത് നോക്കുമ്പോൾ നമുക്ക് വർധനവിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് 2.83% വർധനവ് 2025 ഏപ്രിലിനേക്കാളും മിൽമയുടെ സംഭരണത്തിൽ 2026 ഏപ്രിൽ 16 വരെയുള്ള ദിവസങ്ങളിൽ, ആ 16 ദിവസങ്ങളിൽ ശരാശരി നോക്കുമ്പോൾ നമുക്ക് 2.83% വർധനവ് നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞില്ലേ, മാർച്ചിൽ 10.83% വർധന ഉണ്ടായത് 2.83% കഴിഞ്ഞ കൊല്ലത്തെയുമായി കമ്പയർ ചെയ്യുമ്പോൾ വർധന വന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് മഴയൊക്കെ കിട്ടിക്കഴിഞ്ഞാലും കുറേ കൂടെ പാലൊക്കെ കൂടി അതൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്ത് പോകാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആശങ്കപ്പെടേണ്ടുന്ന വിധത്തിൽ ഒരു കുറവ് ഈ വേനലിൻ്റെ ചൂട് കൊണ്ട് മിൽമയ്ക്ക് വന്നിട്ടില്ല. ഇനി മറ്റ് കർഷകരുടെ സ്ഥിതി എന്താണെന്ന് എൻ്റെ കയ്യിൽ കണക്കില്ല. മിൽമ സംഭരിക്കുന്നതിൽ വന്നിട്ടില്ല. ഞങ്ങൾക്ക് തന്നെ ഇത് കണക്ക് പ്രകാരം ഇപ്പോൾ നോക്കിയാൽ കഴിഞ്ഞ വർഷം 16/4/2026 വരെ 11,80,267 ലിറ്റർ ഏപ്രിൽ കഴിഞ്ഞ കൊല്ലം ഏപ്രിൽ ഈ 16 ദിവസം വരെ ഉള്ള കണക്കിൽ കിട്ടിയാൽ ഇക്കൊല്ലം അത് 12,09,000 ലിറ്ററാണ്. എന്ന് വെച്ചാൽ 28,737 ലിറ്റർ കൂടുതലാണ് കഴിഞ്ഞ 2025 ഏപ്രിൽ 1 മുതൽ 16 വരെയുള്ളതിനേക്കാളും കൂടുതലാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞ 2.83% വർധനവ് നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ആശങ്കയാണ്, കാലാവസ്ഥ ഇത്രയും ചൂടൊക്കെ പോകുന്ന സമയത്ത് കർഷകർക്ക് പ്രയാസം ഉണ്ടാവും. അത് പരിഹരിക്കുന്നതിനും അത് ശ്രദ്ധിക്കേണ്ടതിനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കർഷകർ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണം നമ്മൾ നടത്തുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, അതായത് ഇപ്പോൾ എന്തായാലും ചൂട് കൂടുന്ന ഉൽപ്പാദനത്തിൽ നേരിയ കുറവ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, അത് നമ്മൾ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പിൽ തന്നെ ഇതിൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഫെഡറേഷൻ്റെ ബോർഡിലൊക്കെ ചർച്ച ചെയ്തിട്ട് വില വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാരുമായിട്ട് ഒന്ന് ആശയവിനിമയം നടത്തിയിട്ടാണ് വില വർദ്ധിപ്പിക്കുക. നമുക്ക് മിൽമയ്ക്ക് സ്വതന്ത്രമായിട്ട് വില വർദ്ധിപ്പിക്കാനുള്ള അധികാരം ഉണ്ടെങ്കിലും, കാരണം നമ്മളെ കർഷകരുടെ എണ്ണം വളരെ പരിമിതമാണ്, വളരെ നോമിനലാണ്. ഈ പാല് മേടിച്ച് ഉപയോഗിക്കുന്നവർ വലിയ വിഭാഗമായതുകൊണ്ട് സർക്കാരിൻ്റെയും കൂടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ പാൽ വില
പാൽവില വർധനവ് നടത്തിയിട്ടുള്ളത്. ഇപ്രാവശ്യം ഇപ്പോൾ നമ്മൾ 2022 പാൽവില വർദ്ധിപ്പിക്കുമ്പോഴും സർക്കാരിൻ്റെ പിന്നെ ചർച്ച ചെയ്ത് 6 രൂപ വർദ്ധിപ്പിക്കാൻ സർക്കാരുടെ ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സർക്കാരിൻ്റെ അംഗീകാരമല്ല, സർക്കാരുമായി ചർച്ച ചെയ്ത് ഒരു കൂടിയാലോചന നടത്തിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യം നമ്മളത് കൊടുത്തു. അപ്പോൾ ഇത് പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ അതിന് പിന്നെ അനുമതി നൽകിയില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ആശയവിനിമയം നടത്തിയിട്ടൊരു തീരുമാനം ഉണ്ടായില്ല. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പുതിയ സർക്കാർ വരുന്നതിന് മുമ്പ് തന്നെ പാൽവില വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ആലോചന ഞങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങളൊരു ബോർഡ് തീരുമാനം എടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് പ്രധാനമായിട്ട് ഇപ്പം ഞങ്ങളുടെ കണക്ക് നോക്കിയാൽ കഴിഞ്ഞ കൊല്ലം ഒരുപാട് ആനുകൂല്യങ്ങൾ കർഷകർക്ക് നമ്മൾ കൊടുത്തതുകൊണ്ട് മിൽമയ്ക്ക് തരുന്ന പാലിൽ 12.89% വർധനമെന്ന് പറഞ്ഞാൽ മിൽമയിൽ പാലൊഴിക്കുന്ന കർഷകർ തൃപ്തരാണ്. അത് കൊഴിഞ്ഞു പോകുകയോ അല്ലെങ്കിൽ അവർക്ക് പ്രയാസമില്ല. പക്ഷേ പാൽവില വർദ്ധിപ്പിക്കേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ യൂണിയനുകൾ നമുക്ക് തരികയാതെ ഇപ്പോൾ ഒരു 8 ലക്ഷം ലിറ്ററോളം ഇപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് പാല് മേടിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് പാലിൻ്റെ നേരിയ ഉൽപ്പാദന കുറവ്, മറുഭാഗത്ത് വിൽപ്പന ഗണ്യമായ വർദ്ധിച്ച് നമ്മൾ വിൽപ്പന വരുന്നത് കൊണ്ട് 8 ലക്ഷം ലിറ്റർ ഒരു ദിവസം നമ്മൾ പാല് വെളിയിൽ നിന്ന് മേടിക്കുന്നുണ്ട്. ആ മേടിക്കുന്ന പാലിന് അവർ വില കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പാല് മേടിച്ച് ഇവിടെ നിന്ന് വിൽക്കുന്ന സമയത്ത് യൂണിയനുകൾക്ക് വലിയ നഷ്ടം ഉണ്ടാകുന്നു എന്നുള്ളൊരു വസ്തുത കണക്കിലെടുത്തുകൊണ്ടാണ് സർക്കാരിനോട് ഇപ്പോൾ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ യൂണിയൻ്റെ നഷ്ടം നമുക്ക് പിന്നെ സഹിച്ചുകൊണ്ട് ദീർഘകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഒരു നേരിയ വർധനവ് നമ്മൾ ആവശ്യപ്പെട്ട പോലെ വർധനവ് വരുത്തുന്നതിന് സർക്കാരുമായിട്ട് ആലോചിക്കുന്നുണ്ട്. ഈ മാസം അവസാനം കൂടുന്ന ബോർഡിന് മുമ്പ് സർക്കാർ അത് അനുകൂലമായിട്ട് പ്രതികരിക്കുമെങ്കിൽ ആ ബോർഡിൽ തീരുമാനമെടുത്ത് ഉചിതമായ നടപടികളായി മുന്നോട്ട് പോകും. പെട്ടെന്ന് തന്നെ ഒരു അടുത്ത മാസത്തിൽ ഇത്തരത്തിൽ ഒരു വർധന ഉണ്ടാകും ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോൾ May 4 തെരഞ്ഞെടുപ്പിടെ പിന്നെ റിസൾട്ടൊക്കെ വന്നു കഴിയുമ്പോൾ പുതിയ സർക്കാരാണ് വരുന്നത്. അതിപ്പോൾ ഈ സർക്കാരിൻ്റെ തുടർച്ചയായാലും ആണെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ പുതിയ സർക്കാരാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയൊരു സർക്കാരിന് മുമ്പിൽ ഈ വില വർധനവിൻ്റെ കാര്യം അവരുടെ മുമ്പിൽ കൊണ്ടുവച്ച് അവരെ അധികാരം ഏറ്റെടുത്ത ഉടനെ തന്നെ ഒരു വില വർധനവിന് വേണ്ടി അവരെ പ്രതിസന്ധിയിലാക്കുന്നതിന് പകരം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ ഇത് വർദ്ധിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഉചിതമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.